जा तेरा तीयवा നേരത്തെ തന്നെ കൊച്ചനെ നീ വന്നത്. ഇപ്പോ ഈ പത്മനാഭക്കുറിപ്പ് മാത്രമേ വിടിയുള്ളൂ. എന്താ കാര്യം? തമ്പുരാട്ടിക്ക് ഒരു കത്ത് കൊടുക്കണം. അതിനെന്തിനാ ഈ കുന്തവും കൊണ്ടുവന്നിരിക്കുന്നത്? ഞാൻ എവിടെ പോയാലും ഇത് എന്റെ കൂടെ തന്നെ കാണും. കുടിക്കാൻ കുറച്ച് വെള്ളം വേണം. ഇങ്ങോട്ട് വന്ന് കയറുന്നതിന് മുമ്പേ വെള്ളം കൊണ്ടുവരാം. തമ്പുരാട്ടിയെ മോളിലുണ്ട്, വലിയ ഗൗരവക്കാരിയാ. നീ ഇവിടെ നിൽക്കുകയായിരുന്നു. ഇതാ വെള്ളം. എനിക്ക് വേണ്ട. ദാഹിക്കുന്നുണ്ടല്ലോ, ഇതാ കുടിക്കാൻ. ഒന്ന് കിട്ടിയല്ലേ? എനിക്കിത് 2 കിട്ടി. തമ്പുരാട്ടി 1 അടിച്ചാൽ 5 രൂപ, 2 അടിച്ചാൽ 10 രൂപ. എനിക്കിട്ട് 2 അടിച്ചു, എനിക്കിന്ന് 10 രൂപ കിട്ടും. അത് തന്നെയുമല്ല, തമ്പുരാട്ടിയുടെ കയ്യേ എണ്ണ പുരണ്ട കൈയായിരുന്നു. ആ കൈ കൊണ്ടാ എനിക്കിട്ട് അടിച്ചത്. അതുകൊണ്ട് വൈകിട്ട് കുളിക്കുമ്പോ എനിക്ക് എണ്ണയുടെ ആവശ്യമില്ല. കുറുപ്പേ, എന്തോ? ആ പയ്യൻ ഇങ്ങോട്ട് വരാൻ പറയൂ. തമ്പുരാട്ടിയുടെ കുളി കഴിഞ്ഞെന്നാ തോന്നുന്നു. കുഞ്ഞേ, ഒന്ന് വേഗം ചെല്ല്. തമ്പുരാട്ടി വലിയ ഗൗരവക്കാരിയാ. എന്താ കാര്യം? എവിടെ നിന്ന് വരുന്നു? തിരുവനന്തപുരത്ത് നിന്ന്. ഗോപകുമാറിന് എന്ത് ജോലി അറിയാം? ഞാൻ പ്രീ ഡിഗ്രി പാസ്സായിട്ടുണ്ട്. കുറുപ്പേ, എന്തോ? കുമാരന് ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. വന്നിട്ട് വന്നിട്ട് കുറുപ്പേ, ഗോപകുമാറിനെ വരാൻ പറയും. ചിറ്റാറും എടുത്തുകൊണ്ട്. രാവിലെ തമ്പ്രാട്ടി വിളിക്കുന്നു. ഈ കിട്ടാറും എടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലാൻ. കുഞ്ഞിനെ തമ്പ്രാട്ടിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടെന്നാ തോന്നുന്നത്. തല്ല് കൊള്ളുന്നവരോടെല്ലാം അങ്ങനെയാ. എന്നെ ഇപ്പൊ വിളിച്ച് 10 രൂപ തന്നു. രാവിലെ തല്ല് കൊണ്ടതിനാ.
കൂടുതൽ തല്ലുകൊള്ളുന്ന ദിവസം എന്നെ വിളിക്കുന്നത് വെറും കുറുപ്പെന്നല്ല, പത്മനാഭക്കുറുപ്പെന്ന. എന്നെ വിളിച്ചോ? പാടാനറിയാമോ? അറിയാം. ഒരിക്കലും തീരാത്ത ഓർമ്മയാ ഞങ്ങൾ. ഒരുമയിലിരുമയും അമൃതം പൊഴിയുന്ന യാമങ്ങൾ കടന്നേറി. ഒരുമയിലിരുമയും അമൃതം പൊഴിയുന്ന യാമങ്ങൾ കടന്നേറി. ഇരവിൻ വഴിച്ചിത്ര നീളം കുറഞ്ഞതിൽ കോപം കൈമാറി. കോപം കൈമാറി. കൈമാറി. ഒരുവനൊരുവളിൽ ഉള്ള മലിഞ്ഞു തേടി ഞങ്ങൾ ഞങ്ങളെ. ഓർത്തിട്ടും ഓർത്തിട്ടും ഒരിക്കലും തീരാത്ത ഓർമ്മയാ ഞങ്ങൾ. ഒരുവനൊരുവളിൽ ഉള്ള മലിഞ്ഞു. വരൂ. Cheers. Ready?
തോമസേ, രാമപിള്ളേ, എവിടെ പോയി തൊലഞ്ഞല്ലോ? പഴുതകൾ ആഹാരം കൊടുക്കാൻ വേണ്ടി കഥ തുറന്നപ്പോ തമ്പുരാൻ തിരുമനസുകൊണ്ട് എന്നെ തള്ളി മാറ്റി പുറത്തേക്ക് ആടി. ഞാനും തോമസും കൂടി കടന്നു പിടിച്ച് മുറിക്കുള്ളിലാക്കി മുറി പൂട്ടി. പൂട്ടി തമ്പുരാൻ ഒന്നും കഴിക്കുന്നില്ല. പോയി വാരി കൊടുക്ക്. കൂടെ അവിടുന്ന്. കുമാർ, പോകണമെങ്കിൽ നേരം വിളിച്ചിട്ടാകും. പോകാതിരിക്കുന്നതാണ് ഭംഗി. നിനക്കൊരു നല്ല ജോലി തരാൻ ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. കുമാർ കൊണ്ടുവന്ന ശുപാർശക്കത്തിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ നിങ്ങളെ നിയമിക്കുന്നത്. എനിക്കെന്തോ നിങ്ങളെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു പോയി. രാമഗിരിയെ ഞാൻ വിളിപ്പിച്ചത് ഒരു കാര്യം പറയാനാണ്. അയ്യർക്ക് വയസ്സായില്ലേ? നിങ്ങളെ ഞാൻ തിരിച്ചുവിടുകയാണ്. പകരം ഈ ചെറുപ്പക്കാരനെ നിയമിക്കുന്നു. ഭയപ്പെടണ്ട. ഇനിയും ജോലിക്ക് വരാതെ നിങ്ങൾക്ക് ജീവിക്കാനുള്ള വക ഞാൻ തരുന്നുണ്ട്. ഒരു രാജിക്കത്ത് തന്നിട്ട് മിസ്റ്റർ ഗോപകുമാറിനെ ചാർജ് ഏൽപ്പിച്ചു. ഗോപകുമാർ സാർ പിടിച്ചിരിക്കുന്നു പുളിങ്കൊമ്പില. ഉണക്കക്കൊമ്പിലാണോ എന്നാണ് സംശയം. അല്ല, തമ്പുരാട്ടിയെ എനിക്കറിയാം. പിടി അയക്കണ്ട. പിന്നെ എന്നെ മറക്കരുത്. ആദ്യം കുഞ്ഞിനെ അകത്തേക്ക് കയറ്റി വിട്ടതിന് 2 അടി മേടിച്ചവനാ ഞാൻ. എനിക്ക് ആഫീസിലേക്ക് ഒരു സ്ഥലം മാറ്റം തരണം. ഈ പെണ്ണുങ്ങളുടെ സേവ എനിക്ക് പിടിക്കുന്നില്ല. ഞങ്ങൾ കുടുംബക്കാരാ. തമ്പുരാനെ സേവിച്ചാൽ അതിനൊരു അമ്പതുണ്ട്. ഇന്നലെ രാത്രി ബംഗ്ലാവിൽ ചില ശബ്ദങ്ങളെല്ലാം കേട്ടല്ലോ ഉറപ്പേട്ട. എന്തായിരുന്നു അത്? അതൊക്കെ അരമന രഹസ്യമാ എന്ന് വിചാരിച്ച് ഞാൻ സാറിനോട് എന്തിനാ മറയ്ക്കുന്നത്? തമ്പുരാന്റെ ബഹളമായിരുന്നു. ഏത് തമ്പുരാൻ? രാഗിണി തമ്പുരാട്ടിയുടെ ഭർത്താവ്. ഇവര് തമ്പുരാട്ടിയൊന്നും അല്ല. തമ്പുരാൻ കുടകൊടുത്തുകൊണ്ട് വരുന്ന അന്യ സ്ത്രീകളെ കെട്ടിലമ്മേന്നാണ് ഞങ്ങൾ വിളിക്കാറ്. പക്ഷെ ഇവരുണ്ടല്ലോ, എല്ലാവരെ കൊണ്ടും തമ്പുരാട്ടിന്ന് വിളിപ്പിച്ചു. തമ്പുരാൻ പോലും ഗതികേട് കൊണ്ട് തമ്പുരാട്ടിന്ന് വിളിക്കുന്നു. ഞാനും ഗതികേട് കൊണ്ട് തമ്പുരാട്ടിന്ന് വിളിക്കുന്നു. അപ്പോ തമ്പുരാൻ എവിടെ? തമ്പുരാന് പ്രാന്താണെന്നാണ് വെപ്പ്. അതൊന്നും നമ്മൾ തിരക്കാൻ പോകണ്ട. അവരവന്റെ പാട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ സുഖമായി കഴിയാം. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വന്നത്, കുഞ്ഞു കുളിച്ചൊരുങ്ങി അങ്ങോട്ട് വരാൻ തമ്പുരാൻ വരുമ്പോഴേ ദേഹത്ത് മണമുള്ളത് എന്തെങ്കിലും ഒന്ന് അടിച്ചോണം. എവിടെയോ പോകാനാ, താമസിക്കരുത് കേട്ടോ. കുമാറിനെ എനിക്കിഷ്ടമാണ്. ഒരു കാരണം, ഞാൻ സംഗീതത്തിന്റെ അടിമയാണ്. ഞാൻ ഉപാസിക്കുന്നതും പ്രേമിക്കുന്നതും സംഗീതത്തെയാണ്. ബംഗ്ലാവിലെ ചുവന്ന കാർപ്പറ്റിട്ട മുറിയുടെ മധ്യത്തിൽ വെച്ചിരിക്കുന്ന വീണ ഞാൻ ആരാധിക്കുന്ന വിഗ്രഹമാണ്. കഴിഞ്ഞ ഒരു ദിവസം കുമാർ അവിടെ നിന്ന് പാടിയപ്പോൾ ഞാൻ അടിമുടി കോരി തരിച്ചുപോയി.
എന്തൊക്കെ തരണം? കുമാറിന് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പറയാം. ഞാനൊരു ഇടത്തരം നായർ തറവാട്ടിലാണ് ജനിച്ചത്. എന്റെ അച്ഛൻ കൊട്ടാരം നർത്തകനായിരുന്നു. എനിക്കൊരു കളിത്തോഴനുണ്ടായിരുന്നു, കൃഷ്ണകുമാർ. ഗോപനെ കണ്ടപ്പോൾ എനിക്കെന്റെ കുമാറിനെയാണ് ഓർമ്മ വന്നത്. നിങ്ങൾ തമ്മിൽ അത്രയ്ക്ക് സാമ്യമുണ്ട്. ഗോപനെ കാണുമ്പോഴൊക്കെ കഴിഞ്ഞുപോയ 10 കൊല്ലങ്ങൾ ഞാൻ മറന്നു പോകുന്നു. എന്റെ കുമാറിനെ എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് തോന്നിപ്പോകും. അതാണ് ഗോപനെ കുമാറെന്ന് വിളിക്കുന്നത്. ഞാനങ്ങനെ വിളിച്ചോട്ടെ? ശരി. ഞങ്ങൾ ഒരുമിച്ചാണ് സംഗീതവും നൃത്തവും പഠിച്ചത്. കൃഷ്ണനൂടെ വരുന്ന വരവുണ്ടോ? ഇതുവരെയുള്ള കളിയൊന്നും ഇനി ഇവിടെ പറ്റില്ല. നാളെ തമ്പുരാന്റെ കെട്ടിലമ്മയാണുള്ള കുട്ടിയാണേ. അഹങ്കാരികൾ പ്രായമറിയാതെ മതിച്ചു നടക്കും. കൃഷ്ണ, ഓടാ എന്റെ വീട്ടില്. മേല ഞാൻ പറയാതെ ഇവിടെ വന്നു പോകരുത്. എന്താടി നോക്കി നിൽക്കുന്നത്? ശരി വടി. വാടി വാ, കേറി വാ. ഇരുട്ടുന്നോ വെളുക്കുന്നോ ഒന്നും അറിയാൻ പാടില്ലോടി. നീ പറഞ്ഞതൊക്കെ ശരി. അതെല്ലാം കഴിഞ്ഞ കഥ. അതങ്ങ് മറന്നേക്കും. നീയും സന്തോഷിക്കേണ്ടതാണ്. ഇതിൽ കൂടുതലൊരു ഭാഗ്യം ഇനി അവർക്ക് വരാനുണ്ട്. നിനക്ക് അവളോടും ഈ കുടുംബത്തോടും സ്നേഹമുണ്ടെങ്കിൽ ഒരു തടസ്സമുണ്ടാക്കും. നിന്റെ അമ്മാവനാണ് ഈ പറയുന്നത്. നീ മേലിൽ അവളെ കാണരുത്.
കുമാർ കുമാർ നമുക്ക് ഇപ്പൊ സ്ഥലം വിടണം. എവിടേക്ക്? ഈ നാട് വിട്ട് എവിടേക്കെങ്കിലും. നമുക്ക് കൂലിവേല ചെയ്തായാലും ജീവിക്കാം. പോകാൻ പണം? ഞാൻ എന്റെ ആഭരണങ്ങൾ എടുത്തിട്ടുണ്ട്. പഠിച്ചു നിൽക്കാതെ വരൂ. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ തമ്പുരാന്റെ ആൾക്കാരും പോലീസുകാരും ഞങ്ങളെ പിടികൂടി. അവർ എന്നെ വിട്ടയച്ചു. എന്റെ കുമാറിനെ അവർ കസ്റ്റഡിയിലെടുത്തു. ഞാൻ തമ്പുരാനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുന്നതുവരെ അവർ കുമാറിനെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയായിരുന്നു. ഭർത്താവും ഭാര്യയും പ്രഥമ രാത്രിയിൽ കിടക്കമുറിയിലേക്ക് വരുമ്പോ കഥ കളിക്കണമെന്നുള്ള കാര്യം പറഞ്ഞു. എത്തി ഒളിച്ചോടി അല്ലേ? സാരമില്ല, പെൺകുട്ടികളിൽ മിക്കവരും ഒളിച്ച് അല്പം ഓടിയവരായിരിക്കും. നോം ക്ഷമിച്ചിരിക്കുന്നു. ആ, നിനക്ക് നോം ഒരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഇല്ല തിരുമേനി, ക്ഷമിക്കണം. ഇന്ന് എനിക്ക് പാടാൻ പറ്റില്ല. പാടുപെടാൻ പറ്റുമോ? പാടുപെടുക എന്നുള്ള വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? പ്രഥമ രാത്രി ആരെങ്കിലും പാട്ട് പാടി സമയം കളയുമോ? ഞാനൊരു പമ്പര വിട്ടി ഈ ചോദ്യം ഞാൻ ചോദിക്കില്ല. ആട്ടെ, എന്റെ പാടവം കാണണമെന്നുണ്ടോ? സംശയിക്കാം.
ഇരിക്കൂ, അധികമാകണ്ട. എനിക്കിതിഷ്ടമല്ല. എനിക്ക് വേണ്ടി. അത് മുഴുവൻ കഴിക്കൂ കുമാർ. എന്നോട് ക്ഷമിക്കൂ ഗോപൻ. മധ്യവയസ്സുകാരിയായ ഒരു ഭാര്യയാണ് ഞാൻ, കന്യകയായ ഭാര്യ. എന്റെ പ്രായത്തെപ്പറ്റി എനിക്ക് ബോധമുണ്ട്. പക്ഷേ ഗോപനെ കാണുമ്പോൾ ഞാൻ എന്റെ കുമാരനെ ഓർക്കുന്നു. അപ്പോൾ ഞാനൊരു 17 വയസ്സുകാരിയായി മാറിപ്പോകുന്നു. എന്റെ ചാബല്യം ഞാൻ നിയന്ത്രിക്കാം. കഴിഞ്ഞത് മറക്കൂ. ഈ രാജിക്കത്ത് ഞാൻ കീറിക്കളയട്ടെ. പ്രേമത്തിന്റെ തീഷ്ണത ഗോപൻ അനുഭവപ്പെട്ട് കാണില്ല. ഞാനൊരു പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ട്. ആണാ കുട്ടി? എന്റെ നാട്ടിൽ എന്റെ അയൽവക്കത്തുള്ളതാണ്. എന്തുകൊണ്ട് ഇതുവരെ വിവാഹം കഴിക്കാതിരുന്നു? ഞാൻ വളരെ പാവപ്പെട്ട ഒരു വീട്ടിലേതാണ്. രമ സാമാന്യ ഭേദപ്പെട്ടൊരു വീട്ടിലേക്കും. രമ കോളേജിൽ ചേർന്ന ഈ കൊല്ലം തന്നെ എനിക്ക് കോളേജിന്റെ പടിയിറങ്ങേണ്ടി വന്നല്ലോ എന്നതിൽ അടങ്ങാത്ത ദുഃഖമുണ്ട്. ഗോപന് പ്രീ ഡിഗ്രിക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലോ. എങ്ങനെയെങ്കിലും പഠിപ്പിക്കാൻ അച്ഛനോട് പറയൂ. എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എന്റെ അച്ഛന്റെ സകല കഴിവുമെടുത്താണ് 2 കൊല്ലം കോളേജിൽ അയച്ചത്. എത്രത്തോളം കഷ്ടപ്പെടുത്താമോ അത്രത്തോളം കഷ്ടപ്പെടുത്തി. അമ്മയ്ക്ക് സുഖമില്ല. ഒരു സഹോദരി വിവാഹപ്രായമായി നിൽക്കുന്നു. അച്ഛൻ എന്ത് ചെയ്യും? രമ പഠിച്ച് വലിയവളാകും. എനിക്ക് കോളേജിൽ പോകണമെന്നേ ഇല്ല. എത്ര കഷ്ടപ്പെട്ടായാലും
എനിക്കെന്റെ ഗോപേട്ടനോടൊപ്പം ജീവിച്ചാൽ മതി. സാമ്പത്തികമായി നമ്മൾ തമ്മിൽ വളരെ അകൽച്ചയുണ്ട്. രമയുടെ വീട്ടുകാർ നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ മറ്റൊരു പുരുഷനെ വിവാഹം കഴിക്കില്ല. അതൊക്കെ ഇപ്പോൾ തോന്നുന്നതാണ്. ഒരു കാലത്തും എന്റെ വിചാരത്തിന് മാറ്റം വരില്ല. ഞാൻ നാളെ രാവിലെയാണ് കോളേജിലേക്ക് പോകുന്നത്. ഹോസ്റ്റലിലാണ് താമസം. ഓണാവധിക്കേ വരൂ. എന്നെ യാത്ര അയക്കാൻ വരുമോ? ചേട്ടനെന്താ ഇവിടെ ഇരിക്കുന്നത്? നിന്നെ കാണാൻ. അതോ വേറെ ആരെങ്കിലും കാണാനോ? ആണെങ്കിൽ കൊന്നുകളെ. ചേട്ടൻ എപ്പോഴാ വന്നേ? രമ കോളേജിൽ കയറുന്നതിന് മുമ്പ് കാണണമെന്ന് വിചാരിച്ച് രാവിലെ വീട്ടിൽ നിന്ന് തിരിച്ചതാണ്. ഇവിടെ വന്നപ്പോഴേക്കും ക്ലാസ് തുടങ്ങി കഴിഞ്ഞു. ഉച്ചയ്ക്ക് പുറത്തു വരുമെന്ന് കരുതി. അപ്പോഴും കണ്ടില്ല. രാവിലെ മുതൽ പിടിപ്പിക്കുകയാണോ? അതെ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയില്ലേ? ഉണ്ടിട്ടില്ല. മുഖം കണ്ടാൽ അറിയാം. ഇവിടെ അടുത്ത് ഹോട്ടലുണ്ടായിരുന്നല്ലോ. രമയോട് കള്ളം പറയണ്ടല്ലോ. രാവിലെ രമയെ കണ്ടിട്ട് അടുത്ത വണ്ടിക്ക് മടങ്ങാമെന്ന് വിചാരിച്ചാണ് പുറപ്പെട്ടത്. ഉണ്ണാനുള്ള പൈസ കരുതിയില്ല. ഇനി വീട്ടിൽ ചെന്ന് കൊണ്ടുകൊള്ളാം. ഒരു കാര്യത്തിൽ രമയുടെ അഭിപ്രായം അറിയാനാണ് ഞാനിവിടെ വന്നത്. എന്താണ് ചേട്ടാ? എന്റെ അച്ഛൻ പറഞ്ഞു രമയുടെ അച്ഛൻ്റെ അടുത്ത് പോയി പറയാം എന്നെ കൂടെ പഠിപ്പിക്കണമെന്ന്. എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതിനും അച്ഛന് സമ്മതമാണെന്ന്. അതിന്റെ അച്ഛൻ സമ്മതിക്കും ചേട്ടാ. ചേട്ടന്റെ അച്ഛനോട് അച്ഛന് വലിയ ഇഷ്ടമാണ്. രമയോട് എഴുതി ചോദിച്ചാൽ എന്ത് മറുപടി പറയണമെന്ന് ചേട്ടൻ പറഞ്ഞായിരുന്നോ? എനിക്കറിയാം. ഞാൻ പോട്ടെ. താമസിച്ചാൽ ഹോസ്റ്റലിലെ മേട്ടൻ വഴക്ക് പറയും. ഇതായിട്ടാ ഉണ്ടിട്ടേ പോകാവൂ. ഞാൻ പറഞ്ഞ കാര്യം രമയുടെ അച്ഛൻ ഇഷ്ടമായില്ല. അമ്മ പറഞ്ഞു. ഞാൻ രമയെ കണ്ട് ഒന്ന് യാത്ര ചോദിക്കാൻ വേണ്ടിയാണ് ഇത്രയും നാൾ ഈ നാട്ടിൽ നിന്നത്. യാത്ര ചോദിക്കുക? അതെ, ഞാൻ നാടുവിടുകയാണ്. ഒരു തൊഴിൽ കണ്ടുപിടിക്കണം. ഒരു നല്ല ജോലി കിട്ടിയാൽ മാത്രമേ ഞാൻ മടങ്ങി വരൂ. രമ എനിക്ക് വേണ്ടി അത്രയും നാൾ കാത്തിരിക്കുമോ? എത്ര നാൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കും. അത് വേണ്ട. ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന പോലല്ല. രമ BA പാസ്സായതിനു ശേഷവും ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് വേണ്ടി കാത്തിരിക്കരുത്. ഞാൻ ഇന്ന് തന്നെ സ്ഥലം വിടും. മൂന്ന് കൊല്ലമായി ഞാനൊരു ജോലി അന്വേഷിച്ച് പല സ്ഥലത്തും അലഞ്ഞു. ഒടുവിൽ ഒരു സ്നേഹിതന്റെ സഹായത്തോടെ ഒരു കത്തുമായി ഞാനിവിടെ വന്നു ചേർന്നു. ഗോപൻ ഇപ്പോൾ നല്ലൊരു ജോലിയായില്ലേ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇനി ഒരു പക്ഷേയുമില്ല. നാളെ തന്നെ എസ്റ്റേറ്റ് വക കാറിൽ നാട്ടിലേക്ക് പോകൂ. വിവാഹ ആവശ്യത്തിന് ആവശ്യമുള്ള രൂപ എഴുതിയെടുക്കാം. ആ കുട്ടിയെ വിവാഹം കഴിച്ചുകൊണ്ടുവരൂ. മാനേജറുടെ ബംഗ്ലാവ് ഞാൻ തയ്യാറാക്കിയിടും. നിങ്ങളുടെ ആനന്ദം നിറഞ്ഞ വിവാഹ ജീവിതം കണ്ട് എനിക്ക് സന്തോഷിക്കണം. അങ്ങനെ എന്റെ ജീവിതം ധന്യമാകും. ആവശ്യത്തിനുള്ള രൂപ കരുതിയിട്ടുണ്ടല്ലോ? ഉണ്ട്. കൂടുതൽ ആവശ്യം വല്ലതുമുണ്ടെങ്കിൽ കമ്പി അടിക്കണം. കാർ എടുത്തോളൂ. ശരി. പിന്നെ വിവാഹത്തിന് ദിവസങ്ങൾ നീണ്ടുപോകുന്നെങ്കിൽ ഗോപൻ വന്നിട്ട് പിന്നീട് പോകാം. ഉടനെ നടക്കുമെങ്കിൽ ഭാര്യയും കൂട്ടി വന്നാൽ മതി. മരുമകളെ സ്വീകരിക്കാൻ എന്ന വണ്ണം ഞാൻ തയ്യാറായി നിൽക്കും. വരുന്ന സമയം നേരത്തെ അറിയിക്കൂ. അങ്ങനെ ചെയ്യാം. പോയിട്ട് വരൂ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഉടനെ വിവാഹം നടക്കണമെങ്കിൽ നമുക്ക് അമ്പലത്തിൽ വെച്ചേ നടക്കൂ. അത് മതിയെന്ന്. അത് മതി. എന്നാൽ അങ്ങനെ തന്നെ ഇന്ന് തന്നെ അമ്പലത്തിൽ പോയി വേണ്ട ഏർപ്പാടുകൾ ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൈയോടെ ചെയ്യണമെന്ന് ആ ശാസ്ത്രം. ഇത് കഴിഞ്ഞാലുടൻ ലീലയ്ക്ക് കൂടി ഒരാളെ കണ്ടുപിടിക്കണം. അവർ രണ്ടും സമപ്രായക്കാരാണല്ലോ. ഗോപ ഒന്നിങ്ങൊന്നേ. അവര് ചെറുപ്പക്കാരല്ലേ, കുറച്ചേരം സംസാരിക്കട്ടെ. അല്പ
അല്പ ദിവസം കൂടെ ക്ഷമിച്ചുകൂടെ? പറ്റില്ല. ക്ഷമയുടെ നെല്ലിപ്പലക വരെ എത്തിയതാണ്. രമയെ എനിക്ക് കിട്ടുകയില്ലെന്ന് എന്നെ ഉറപ്പിച്ചതാണ്. അപ്പോഴാണ് എന്റെ ഭാഗ്യ നക്ഷത്രം ഉദിച്ചത്. എനിക്ക് അത്രയ്ക്ക് ക്ഷമകേടും നിരാശയൊന്നുമില്ലായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ എന്നെ വിവാഹം കഴിക്കുമെങ്കിൽ അതിന്റെ ഗോപേട്ടനായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അത്രയ്ക്ക് ഉഗ്രൻ പ്രയോഗമായിരുന്നു. വലിയ ഉദ്യോഗമൊക്കെ കിട്ടിയില്ലേ? അന്ന് ഉച്ചയ്ക്ക് ഉണ്ണാൻ തന്നില്ലേ 5 രൂപ? അതിങ്ങിതാ. മോളെ, സ്ത്രീയാണ് വീടിന്റെ ഐശ്വര്യം, അത് മറക്കണ്ട. ഗോപ, ഇന്നുവരെ അവളുടെ കണ്ണു നനയാൻ ഞാൻ ഇടവരുത്തിയിട്ടില്ല. ഇനി വിശേഷിച്ചൊന്നും പറയണ്ടല്ലോ. മക്കൾ പോയിട്ട് വരും. ഭാര്യയും വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്ന ഗോപന് ചേർന്ന പെണ്ണ്. രമ, ഇരിക്കൂ ഇരിക്കൂ. നീ എന്നോട് അകൽച്ചയൊന്നും കാണിക്കണ്ട. ഗോപൻ എന്റെ മാനേജർ എന്നത് ശരി തന്നെ. പക്ഷേ നീ എനിക്ക് അനുജത്തിയെ പോലെയാണ്. കുറുപ്പേ, ഇവർക്ക് കുടിക്കാൻ എന്താ കൊടുക്കുക? ചായ ഉണ്ട്, കാപ്പിയുണ്ട്, ഹോർലിക്സ് ഉണ്ട്, പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട്. ചെറുതേനിരിപ്പില്ലേ? ഉണ്ട്. തേൻ വളരെ കുറച്ച് ഐസ് വാട്ടർ ചേർത്ത് കൊണ്ടുവരും. മധുരം കൊടുത്താണ് നവദമ്പതികളെ സ്വീകരിക്കേണ്ടത്. നിങ്ങൾ രണ്ടുപേരും ഇന്ന് എന്റെ കൂടെയാണ് ഊണ് കഴിക്കുന്നത്. ഗോപൻ ഇരിക്കും. രമ വരൂ. ഇരിക്കൂ. അവളെങ്ങനെയാ എഴുതുന്നത് പോലും ഇടത്തേക്ക് വേണ്ട. നോക്കിക്കൊള്ളണം. ഇവൻ നിങ്ങളുടെ കുക്കാണ്. എല്ലാ ജോലികളും ചെയ്തുകൊള്ളു. ഗോപൻ ചെന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകളെല്ലാം ഒന്ന് പരിശോധിക്കണം. എക്സ്പോർട്ട് ക്വാളിറ്റിക്ക് ഗോവൻ നേരിട്ടൊന്ന് ചെക്ക് ചെയ്യണം. അവരുടെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. പിന്നെ ഗോവൻ ഓഫീസിൽ പോകുമ്പോൾ നീ ഒറ്റയ്ക്ക് ഇവിടുന്ന് മുഷിയണ്ട. ബംഗ്ലാവിലേക്ക് വരാം. ഡ്രൈവർ, എന്തൊരു സ്നേഹമുള്ള സ്ത്രീ. മുതലാളി എന്ന ഭാവമേ ഇല്ല. അവർ നമുക്ക് മധുവിന് ഏർപ്പാട് തന്നിട്ട് ആനന്ദിക്കുകയാണ്. അവരുടെ തലവിധി അങ്ങനെയാണ്. എങ്ങനെ? അങ്ങനെ വിസ്തരിച്ച് പറയാൻ ഇപ്പോൾ സമയമില്ല. ബാ. എനിക്ക് നേർബുദ്ധി തോന്നിക്കണേ. രമയ്ക്കും ഗോപിക്കും സകല സുഖങ്ങളും ഐശ്വര്യങ്ങളും നൽകണേ. എനിക്ക് ഭ്രാന്തില്ല. എന്നെ പുറത്തേക്ക് വിടൂ രാഗിണി. എനിക്ക് ഭ്രാന്തില്ലെന്ന് പറയൂ. എനിക്ക് ഭ്രാന്തില്ല. പത്മനാഭ, ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങട്ടെ. ഞാൻ ഓടിപ്പോവില്ല. പത്മനാഭ, എനിക്ക് ഭ്രാന്തില്ലെന്നേ. ആര് പറഞ്ഞു ഭ്രാന്തില്ലെന്ന്? തമ്പരാൻ ഇങ്ങോട്ട് ഇറങ്ങി. ഒന്നെങ്കിൽ മര്യാദയ്ക്ക് ഒരുത്തി കെടുക്കുന്നതാണ്. അങ്ങോട്ട് കിടക്കണം. കിടന്നില്ല ഞങ്ങൾ പിടിച്ച് കെട്ടിയിടും കേട്ടോ. വെറുതെ ഞങ്ങളുടെ കഞ്ഞി പാറ്റയിടരുത്. ഭ്രാന്തിന്റെ കാര്യം വാശി പിടിക്കുന്നത്. തമ്പരാന് ഭ്രാന്തുണ്ട്. അങ്ങനെയല്ലേ തമ്പരാട്ടി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? തമ്പരാന് ഭ്രാന്തില്ലെങ്കിലും തമ്പരാട്ടി പറഞ്ഞാൽ തമ്പരാന് ഭ്രാന്തുണ്ട്. എന്താണ് ഇവിടെ ബഹളം? എന്നെ ഒന്ന് പുറത്തേക്ക് വിടൂ. ഞാൻ ഓടിപ്പോവില്ല. എനിക്ക് ഭ്രാന്തില്ല രാഗിണി. നിങ്ങളെ ഞാൻ കാണുന്ന നാൾ മുതൽ നിങ്ങൾക്ക് ഭ്രാന്താണ്. ആ ഭ്രാന്ത് എന്നെ കൂടി നശിപ്പിച്ചു. ബഹളം കൂട്ടാൻ ഇവിടെ കിടന്നാൽ മതി. രാഗിണി, എനിക്ക് ഉറക്കം വരുന്നില്ല. അത് ഭ്രാന്തുള്ളത് കൊണ്ടാ. ഉറങ്ങാൻ കുറച്ച് വിസ്കി കൊടുത്തയക്കാം. അതും കഴിച്ചുകൊണ്ട് കിടന്നോളൂ. ഇവിടെ അടങ്ങി കിടന്നോളണം. എന്ത് പറഞ്ഞാലും രാഗിണി സ്നേഹമുള്ളവളാണ്.
എനിക്ക് ഉറക്കം വേണ്ടില്ലെന്ന് പറഞ്ഞപ്പോ തിരിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞില്ല. അത് പറഞ്ഞു തമ്പുരാൻ വന്ന് കിടന്നാൽ വീട്ടിലോട്ടൊന്ന് കിടന്നാട്ടെ. ഞാൻ പോയി ഉടനെ ലിസ്റ്റ് കൊണ്ടുവരാം. വെറുതെ കലയിക്കരുതേ. ഉറക്കം വരുന്നില്ലെന്ന് ഇത് കഴിച്ചാൽ ഉറങ്ങിക്കൊള്ളു. കുറുപ്പേ, എന്തോ കൊണ്ടുപോയി കൊടുക്കൂ. ചായ തമ്പുരാന് പാല് കൊടുത്തോ? ചാവുമ്പിള്ള കൊണ്ടുപോയിട്ടുണ്ട്. തമ്പുരാട്ടി, തമ്പുരാൻ വിളിച്ചു തുടങ്ങുന്നില്ല. തമ്പുരാൻ മരിച്ചു. തമ്പുരാൻ മരിച്ചത് തന്നെയാണോ? ഗോപനെ വിവരം അറിയിക്കൂ. മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയില്ല. മതപരമായ എല്ലാ ചടങ്ങുകളോടും ശവസംസ്കാരം നടത്തണം. ചന്ദനവിരകൾ ദഹിപ്പിക്കണം. എസ്റ്റേറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലത്ത് വേണം അദ്ദേഹത്തെ സംസ്കരിക്കാൻ. അവിടെ ഒരു സ്മാരകം പണിയേണ്ടതുണ്ട്. ശോഭൻ പോയി വേണ്ടതൊക്കെ ഏർപ്പാട് ചെയ്യും. രമ അവിടെ നിൽക്കും. അകത്ത് പോയി അലമാരി തുറന്ന് ആ മരുന്ന് കുപ്പിയിൽ നിന്നും ഒരു ചുവന്ന ഗുളികയും ഒരു വെളുത്ത ഗുളിക എടുത്തുകൊണ്ട് വരും. ഒരു ഗ്ലാസ് വെള്ളവും. ഇരുന്ന് മടുത്തത് കൊണ്ട് കുറുപ്പിനെ പറഞ്ഞു വിട്ടതാണ്. രമ വന്നില്ലേ? ഇല്ല. ഞാൻ വിചാരിച്ചു രണ്ടുപേരും കൂടി വരുമെന്ന്. നിലാവുള്ള ഈ രാത്രിയില് ഈ വനത്തിലൂടെ ആണച്ച് നടക്കുന്ന ഓർത്തു നോക്കൂ. ഈ വനത്തിലെ നിലാവിന് പ്രത്യേക ലഹരിയാണ്. അതെ അതെ. നിലാവുള്ള രാത്രികൾ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥകളിപ്പദമുണ്ട്. രാവണ വിജയം കഥകളിയിൽ രാവണന്റെ സങ്കേതത്തിലേക്ക് ചെമ്പ പോകുന്നത്. ആ പദം അറിയാമോ? അറിയില്ല. രഹസ്യവേഴ്ചയ്ക്ക് പോകുന്നത് കൊണ്ട് നേർത്ത നീലസാരി തലവഴിയിട്ട് മറച്ച് നിലാവിൽ നടന്നു പോകുന്ന രമ്പിയെ കണ്ടാൽ കാളിന്നി നദിയിലെ വെള്ളത്തിൽ ഒരു സ്വർണ്ണക്കമ്പി താണുപോകുന്നത് പോലെ ഇരിക്കുമെന്ന്. എത്ര മനോഹരമായ വർണ്ണന. അതെ, മനോഹരമായൊരു വർണ്ണന. തമ്പുരാന്റെ ഭാര്യയായി കൊട്ടാരത്തിൽ ജീവിച്ച കാലത്ത് കാമോദ്ദീപകമായ കലയെല്ലാം മനസ്സിലാക്കി. അത്രമാത്രം. എനിക്ക് ഒഴിക്കണ്ട. മുൻപ് കുടിച്ചിട്ടുണ്ടല്ലോ. കുടിക്കുന്നത് രമയ്ക്ക് ഇഷ്ടമല്ല. രമയുടെ ഇഷ്ടം വിട്ട് ഒന്നും ചെയ്യില്ലേ? എന്റെ സർവസ്വം അവളാണ്. ഗോപനെ പോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാർ വേണം. രമയ്ക്ക് എന്നോടും അങ്ങനെയാണ്. ആ, ഗോപൻ എന്നാൽ പൊയ്ക്കുള്ളൂ. രമ കാത്തിരിക്കും. നാളെ രമ ഇങ്ങോട്ട് വരാൻ പറയണം. പറയാം. അനുരാഗ കഥയിലെ ആമോദം തേൻകൂട് കൂട്ടുന്നു നമ്മിലും. ആയിരം അനുരാഗ കഥയിലെ ആമോദം തേൻകൂട് കൂട്ടുന്നു നമ്മിലും.
കൗമാര കേളിക്ക് ചേർന്ന് നിന്നോടൊപ്പം എന്നിലും പൊലിയിട്ടു മഞ്ജീരം. ആഹാ ആഹാ ആയിരമനുരാഗ കഥയിലെ ആമോദം തേൻകൂട് കൂട്ടുന്നു നമ്മിലും. ആത്മാവിലാത്മാവിലിഴുകിയിലയിച്ചത് സങ്കൽപ്പരമ്യമാമയ്യാരം. തേൻകൂട് കൂട്ടുന്നു നമ്മിലും. എന്താണ് ഗോപകുമാർ? ഇന്ന് തന്നെ അവരെ കണ്ടു കഴിഞ്ഞാൽ വെളുപ്പിന് തിരിച്ചു പോരാം. ഞാൻ ഓഫീസ് സമയത്ത് ഇങ്ങെത്താം. ഓഫീസിൽ ഞാൻ വേണം. ഇപ്പോൾ പുറപ്പെട്ടാൽ അവിടെ എത്തുമ്പോൾ സന്ധ്യയാവില്ലേ? എന്റെ ആയിട്ട് എറണാകുളത്ത് എത്തണമെന്ന് കാണിച്ച് എക്സ്പോർട്ടേഴ്സിന്റെ ഒരു ടെലഗ്രാം ഉണ്ട്. ഉടനെ പുറപ്പെടണമെന്ന് വിചാരിക്കുകയാണ്. ശരി, പോയിട്ട് വരും. നാളെ രാവിലെ തന്നെ ഞാനിങ്ങെത്തും. രമ വേണമെങ്കിൽ ബംഗ്ലാവിൽ കിടന്നോളൂ. അവിടെ നാളെ വിട്ടാൽ ഞാൻ പോവാം. അപ്പോ രമ മാത്രമേ ഉള്ളൂ. രാത്രിയിൽ ചാരായം അടിച്ചുകൊണ്ട് പോത്തുപോയി കിടന്നുറങ്ങരുത്. എന്നോട് ഇതൊക്കെ പ്രത്യേകിച്ച് പറയണം. ഈ അപ്പൂനെ വെട്ടിച്ച് ഒരു ഈച്ച പോലും ഇതിനകത്ത് വരികയില്ല. പിന്നെ വല്ലതുമൊക്കെ സംഭവിച്ചു പോയെങ്കിൽ അത് തലവിധി എന്നല്ലാതെ എന്ത് പറയാനാ. എന്താണോ? ഇന്നലെ മാനേരുടെ വീട് ആരോ കൊള്ള ചെയ്തു. അപ്പുനെ കുത്തിക്കൊണ്ട് തിണ്ണയിലിട്ടിരിക്കുന്നു. നിങ്ങൾ ആകെ തകർത്തിരിക്കുന്നു. ബംഗ്ലാവിലേക്ക് തിരിച്ചുള്ളൂ. ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കാൻ പോവുകയാണ്. ഞാൻ അവിടെ നിൽക്കും. ഇനി അടുത്ത് വരും. ഗോപൻ എറണാകുളത്ത് പോയ ദിവസം രാത്രി നിങ്ങൾ എവിടെയായിരുന്നു? അത് സത്യം പറഞ്ഞു. ഞാൻ തമ്പുരാട്ടിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇല്ലെന്ന് അവര് പറഞ്ഞല്ലോ. അതവര് വെറുതെ പറഞ്ഞതാ. ഗോപന്റെയും ഭാര്യയുടെയും പേർക്ക് സ്വത്ത് എഴുതി വെച്ചതിന് എതിര് പറഞ്ഞാൽ അവര് പറഞ്ഞല്ലോ. പൊന്നേമന്നെ എന്നെ വിശ്വസിക്കണം. ഞാൻ വേറെ സ്ഥലത്ത് പോയതാ. താൻ നേരത്തെ എങ്ങും പോയില്ലെന്ന് പറഞ്ഞല്ലോ. അതും സത്യമാ. 104 ഇയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. പൊന്നേമന്നെ ഞാൻ പറയുന്നത് അത് അവിടെ വെച്ച് തീരുമാനിക്കാം. എവിടെ കൊണ്ടുപോയാൽ ഞാൻ ഉള്ള സത്യമേ പറയത്തുള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ നിഗമനങ്ങളെയും കീഴ്മേൽ മറച്ചിരിക്കുകയാണ്. അപ്പുവിന്റെ മരണകാരണം വിഷമാണെന്നും മരിച്ച ശേഷമാണ് നെഞ്ചത്ത് കുത്തുകൊണ്ടിട്ടുള്ളതെന്നുമാണ് മെഡിക്കൽ റിപ്പോർട്ട്. എന്താണ് ഇതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം മനസ്സിലായാൽ കേസിന് തുമ്പുണ്ടായി.
എന്റെ രമയെ കൊന്നത് ആരായാലും ശരി, അവനെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം. നിങ്ങൾക്ക് രമയെ വാസ്തവത്തിൽ ഇഷ്ടമായിരുന്നു? എന്താ സാർ അങ്ങനെ ചോദിക്കുന്നത്? നിങ്ങൾക്ക് മറ്റു വല്ല സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നു? മിസ്റ്റർ ഗോപൻ, ഈ കേസിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറയണം. കൂടാതെ ഈ എസ്റ്റേറ്റിൽ വന്ന മുതലുള്ള എല്ലാ വിവരങ്ങളും ഞങ്ങൾക്കറിയണം. ശരി സാർ. സ്റ്റേഷനിലോട്ട് വരും. വരൂ. ഗോപകുമാറോ? വരൂ. തനിച്ചിരുന്നപ്പോൾ മനസ്സിന് വല്ലാത്ത പ്രയാസം. ക്ഷമിക്കണം, എനിക്കിന്ന് കുടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നു. ഇരിക്കും. കേസിന് ഇതുവരെ ഒരു തുമ്പുണ്ടായില്ലേ? ഇനി തുമ്പുണ്ടായിട്ട് എന്ത് കാര്യം? എനിക്കെന്റെ രമയെ തിരിച്ചു കിട്ടുമോ? പോയോൾ പോയി. ഗോപന്റെ കഷ്ടകാലത്തിനാണ് എന്റെ അടുത്ത് വന്നത്. അങ്ങനെയൊന്നും വിചാരിക്കാനില്ല. മനുഷ്യജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഒന്നിനൊരു അർത്ഥവുമില്ല. ഗോപൻ ഇപ്പോഴത്തെ ദുഃഖമൊക്കെ മറക്കണം. കഴിയും വേഗം വേറൊരു വിവാഹം കഴിക്കണം. ഇനിയൊരു വിവാഹ ജീവിതം എനിക്കുണ്ടാവില്ല. ജീവിതത്തിൽ നിരാശ പാടില്ല ഗോപൻ. രമയെ മറക്കാനും മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കാനും ഗോപന് കഴിയണം. എന്തെന്നാൽ നമ്മൾ തുല്യ ദുഃഖിതരാണ്. ഞാൻ സ്നേഹിച്ച പുരുഷനോടൊപ്പം ഒരു നാൾ കൂടി ജീവിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. വിധിക്ക് നമ്മൾ കീഴടങ്ങണം. ഗോപകുമാർ സ്നേഹിച്ച പെണ്ണിനെ കുമാരനും നഷ്ടപ്പെട്ടു. അതെ, നമ്മളിപ്പോൾ ഒന്നുപോലെയാണ്. മരണം വരെ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞെങ്കിൽ. എന്റെ രമ മരിച്ചു. ഇനി ഞാൻ ഇവിടം വിട്ട് എവിടെ പോകാനാണ്? എങ്ങും പോകരുത്, എങ്ങും പോകരുത്. അതാണ് എന്റെ ആഗ്രഹം. ദുഃഖിക്കുന്ന രണ്ടാത്മാവുകൾ തമ്മിൽ അടുക്കുമ്പോൾ ദുഃഖം ദുഃഖമല്ലാതാകും. കുമാർ, ഞാൻ നന്നായി കുടിച്ചിരിക്കുന്നു. എനിക്ക് അല്പം കിടക്കണം. എനിക്ക് ഉറക്കം വരുന്നു. പോകരുത്, ഒരിക്കലും പറയൂ പോകില്ലെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഇനി എവിടെ പോകാനാ? മതി, എനിക്ക് ഈ വാക്ക് മതി. ഇന്നു മുതലാണ് എന്റെ ജീവിതം തുടങ്ങുന്നത്. അറിയാതെ പറ്റിയതാണ്. വല്ലാത്ത മുറിവല്ലേ? ഇതെങ്ങനെ പറ്റും? റോസിന്റെ മുള്ളറിഞ്ഞതാണ്.
കുമാർ, ഞാനല്ല കുമാർ. അയ്യോ രമേ, എന്നെ ഉപദ്രവിക്കരുത്, എന്നെ കൊല്ലരുത്. അയ്യോ അതെ, ഞാൻ രമ തന്നെയാണ്. അല്ല അല്ല, നീ രമയല്ല, തീർച്ചയായുമല്ല. എന്നെ സൂക്ഷിച്ചു നോക്കൂ. ഗോപനോടെ ഗേറ്റിന് പുറത്തു നിന്ന് ഒരാളോട് സംസാരിക്കുകയാണ്. അല്ല, നീ രമയല്ല. അല്ലിതാരാ? രമക്കുഞ്ഞോ? അയ്യോ അയ്യോ, ഞാനല്ല കൊന്നത്, ഞാനല്ല കൊന്നത്. എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ കൂടും കുറുപ്പേ. അയ്യോ, എനിക്കൊരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ. അയ്യോ. അല്ല, രമ ജീവിച്ചിരിപ്പില്ല. അവിടെ നിൽക്കുന്നു. ഇത് രമയല്ല. അല്ല, രമ മരിച്ചു. ഇല്ല, മരിച്ചു മരിച്ചു. ഞാനാണ് അവളെ കൊന്നത്. ഞാൻ കൊന്നു, ഞാൻ കൊന്നു കൊന്നു. കോപം എറണാകുളത്തിന് പോയിരുന്നു ഒരു ദിവസം. അപ്പു അപ്പു തമ്പുരാട്ടിയോ? എന്താ ഈ രാത്രിയില്? രമയുടെ അകത്തുണ്ട്. ഇവിടെ ചിലത് സംഭവിക്കാൻ പോകുന്നു. നീ എന്നെ സഹായിക്കുമോ? നിനക്കൊരു വിഷമവും വരില്ല. നാളെ 1,00,000 രൂപ നിനക്ക് ഞാൻ തരും.
1,00,000 രൂപയോ? 1,00,000 രൂപ. നീ എന്നെ സഹായിക്കുമോ? ഈ അപ്പുവിന്റെ തടി ഇവിടത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നതാണ് തമ്പുരാട്ടി. തമ്പുരാട്ടി നിൽക്കാൻ പറഞ്ഞു, അപ്പു നിന്നു. തമ്പുരാട്ടിക്ക് വേണ്ടി ചാകാൻ പോലും ഈ അപ്പു തയ്യാറാണ്. ഇനി ശരി അറിയരുത്. ഞാനിവിടെ വന്നിട്ടില്ല, നീ എന്നെ കണ്ടിട്ടില്ല. തമ്പുരാട്ടി വന്നിട്ടില്ല, അപ്പു കണ്ടിട്ടില്ല. അതെ. തമ്പുരാട്ടി ഇവിടെ വന്നിട്ടില്ല, അപ്പു കണ്ടിട്ടില്ല. നാളെ 1,00,000 രൂപ ഞാൻ നിനക്ക് തരും. ഒരു വല്ലാത്ത ശബ്ദം കേട്ടല്ലോ തമ്പുരാട്ടി. നീ ഒന്നും കേട്ടില്ല? ഇല്ല, അപ്പു ഒന്നും കേട്ടിട്ടില്ല. നീ വല്ലതും കഴിച്ചോ? ഊണ് കഴിച്ചു. അതല്ല, കഴിച്ചോന്നാ ചോദിച്ചു. ആര് തരാനാ തമ്പുരാട്ടി? നിനക്ക് ഞാൻ തരും. തമ്പുരാട്ടി വന്നാ ഞാൻ കഴിക്കും. എന്നാ എന്റെ കൂടെ വരൂ, കാറിലുണ്ട്. തമ്പുരാട്ടി ഇന്ന് തന്നിരിക്കും. നാളെ രാവിലെ 1,00,000 രൂപ നിനക്ക് ഞാൻ തരും. ഓ, എന്നാ തമ്പുരാട്ടിയുടെ ഫോട്ടോ വെച്ച് ഞാൻ നിത്യവും കഴിക്കും. അവിടെ ഒരു ശബ്ദം കേട്ടല്ലോ, നീ നോക്കൂ. അവിടെ ആരുമില്ല തമ്പുരാട്ടി. നീ കുടിച്ചോളൂ. ഇനിയും വേണം. രണ്ട് കൊലപാതകങ്ങൾ മാത്രമല്ല ഞാൻ ചെയ്തത്. എന്റെ ഭർത്താവിനെ ഞാൻ കൊല്ലുകയായിരുന്നു. അതും നെറ്റിയിൽ വിഷം ചേർത്ത് കൊടുത്താണ് കൊന്നത്. ഞങ്ങളുടെ സംശയം ശരിയായി മിസ്സിസ് രാജനീവർമ്മ. നിങ്ങളുടെ കഴുത്തിൽ ഇനി കാത്തു കിട്ടിയിട്ട് പ്രയോജനമില്ല. അതയക്കൂ. ഇതെന്നു മുതലാണ് കെട്ടിത്തുടങ്ങിയത്?
രമയുടെ മരണത്തിന്റെ പിറ്റേ ദിവസം മുതലല്ലേ? എന്നാണ് കുറുപ്പും മിസ്റ്റർ ഗോപനും മറ്റുള്ള സാക്ഷികളും പറയുന്നത്. മിസ്സിസ് രാജവർമ്മ, നിങ്ങളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുകയാണ്. കൊലപാതകിയായ എന്നെ കഴിയും വേഗം ശിക്ഷിക്കാൻ ഏർപ്പാട് ചെയ്യൂ. മരണം മാത്രമാണ് എനിക്കിനി ഒരു രക്ഷ. മിസ് ലീല, ഞങ്ങൾ നിങ്ങൾക്ക് കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളുടെ സഹായത്തിന് നന്ദി. ഇത് രമയല്ല, ലീലയാണ്. ലീലയും രമയും ഇരട്ട പ്രസവിച്ച സഹോദരിമാരാണ്. നടക്കൂ.